മുതിര കഴിച്ചാൽ നല്ല കുതിരയെ പോലെ ശക്തി കിട്ടുന്ന നിങ്ങൾ പഴയ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് മുതിര. അപ്പോൾ ഇത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ അമിത ഭാരമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും, ചൊറിച്ചിൽ, അണുബാധ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുതിര ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടുന്നത് നല്ലതാണ്. സ്കിന്നിന് നല്ല ഗ്ലോ ഒക്കെ കിട്ടാൻ നല്ലതാണ്. അതുപോലെ ഇതിൽ നല്ല കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അമിതഭാരമൊക്കെ കുറച്ച് നല്ല HDLൻ്റെ അളവൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ നമുക്കിത് രാവിലെയോ അല്ലെങ്കിൽ രാത്രി ഡിന്നറിനോ ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മുതിരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തലേന്ന് രാത്രി ഞാൻ ഒന്ന് കുതിർക്കാനിട്ടതാണ്. ഒരു മിനിമം ഒരു 7-8 മണിക്കൂറൊക്കെ നിങ്ങളൊന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ ഇത് കുറച്ചധികം വേവുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ എന്നാലും കുക്കറിലിട്ട് കഴിഞ്ഞാലും ഇനിയിപ്പോൾ സാധാരണ നമ്മൾ വിറകടുപ്പിൽ വെച്ച് വേവിച്ച് കഴിഞ്ഞാലും ഒക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അതിൽ കല്ലും ഇതൊക്കെ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഒന്ന് നല്ലോണം അരിച്ച് കഴുകിയതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർക്കാം നമുക്കിതിലേക്ക്. ഒരുപാടൊന്നും ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതാ ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ഒരുപാട് ചേർക്കണ്ട, മുതിരേനേക്കാളും മേലെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി സിമ്മിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് വേവുന്ന സമയം നമുക്കിത് തയ്യാറാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് മുഴുവൻ പൊട്ടി തീർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 6-7 കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി തന്നെ ചേർക്കണേ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് ചതക്കിയിട്ട് ഒന്ന് ചേർക്കാം. അപ്പോൾ ശരീരഭാരം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുതിര തലേന്ന് കുതിർത്ത് വെച്ചിട്ട് അത് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ട് സൂപ്പ് പോലെ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ നമ്മൾ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ്. മുതിര തലേന്ന് കുതിർത്ത് വെച്ചിട്ട് രാവിലെ തന്നെ പിറ്റേന്ന് വെറും വയറ്റിൽ ഒന്ന് ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ കൊളസ്ട്രോളിൻ്റെ ഒക്കെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. നമ്മളെ ആ ഒരു ചീത്ത കൊളസ്ട്രോളിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നല്ലതാണ്. ഹൃദയാരോഗ്യമൊക്കെ മെച്ചപ്പെടുത്തും അതുവഴിയിൽ. അപ്പോൾ ഈ ഒരു ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റായിട്ട് ഇത് ചേർത്താൽ ചില്ലി ഫ്ലേക്സ് ആണ്. അപ്പോൾ ചില്ലി ഫ്ലേക്സും ഒരുപാട് കൂടണ്ട, ഭയങ്കര എരിവായി പോകും. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1/2 ടീസ്പൂണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഈ ഒരു മസാലയിലേക്ക്, അതായത് ഈ വെളുത്തുള്ളിയിലേക്കും നമ്മളെ കുഞ്ഞുള്ളിയിലേക്കൊന്നും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ അതിനും ആ ഉപ്പ് പിടിച്ച് കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത്തിരി ഒന്ന് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഉപ്പ് അധികമായി പോകണ്ട, നമ്മൾ നേരത്തെ വേവിക്കുമ്പോൾ ചേർത്തതാണ്. അതുപോലെ പീരീഡ്സിലുണ്ടാകുന്ന അമിത രക്തസ്രാവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു മുതിര കഴിക്കുന്ന നല്ലതാണ്. അതുപോലെ ആ സമയത്ത് ഉണ്ടാകുന്ന വയറുവേദനക്കൊക്കെ ഈ ഒരു വേവിച്ച വെള്ളം 2-3 നേരമായിട്ട് കുടിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയതാണ്. തേങ്ങ കുറച്ച് അധികം എടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ കുറച്ച് സമയം അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ, അതായത് ഒരു പച്ച ചൊവ മാറുന്നവരെ ഞാനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച മുതിര ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുന്നുണ്ട്. വെള്ളം കളയേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഗുണങ്ങൾ തേച്ചും ആ വെള്ളത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വീണ്ടും മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ വെളുത്തുള്ളിയും നമ്മളെ ആ ഒരു കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ നല്ലോണം ഒന്ന് പിടിച്ചിട്ടുണ്ട്, ആ ഒരു ചില്ലി ഫ്ലേക്സൊക്കെ. അതിന് വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് എല്ലാം യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ മുതിരേൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ പുരുഷ ബീജത്തിൻ്റെ അളവ് കൂട്ടാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ചില ആൾക്കാർക്കൊക്കെ ആ ഒരു ഗുണം ഉണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല, ബീജത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ. അതായത് മുതിര കുതിർത്തിട്ട് വേവിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ കുടിക്കുന്നത് ഇതിന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പുരുഷബീജത്തിന് അളവ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളിത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് കുറച്ചും കൂടിയും വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടിയും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പോ വേറെന്തെങ്കിലും വേണമെങ്കിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു തോരൻ. ചോറിൻ്റെ കൂടിയും അതുപോലെ തന്നെ വൈകുന്നേരം നമ്മൾ വൈകുന്നേരം ചായക്ക് ഒരു സ്നാക്കായിട്ടൊക്കെ കഴിക്കില്ലേ, അങ്ങനെയൊക്കെ കഴിക്കാം. അതുപോലെ രാത്രി ഡിന്നറിന് കഴിക്കാം, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അതുപോലെ ഈ ഒരു കർക്കിടകത്തിൽ വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോലും കഴിക്കാം. കർക്കിടകത്തിൽ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാലോ ഓരോ സാധനങ്ങളും കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ നിങ്ങൾ മുതിര എങ്ങനെ തയ്യാറാക്കി നോക്കിയാലും ഇതുപോലെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്